നമുക്കിപ്പം ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് യാക്കോബായ സഭ മുൻ മെത്രോപ്പൊലീത്ത ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് അങ്ങയുടെ എഴുത്തും മറ്റു കാര്യങ്ങളും. സിനിമ കണ്ടോ? സിനിമ കാണുന്നൊരു ശീലം ഉണ്ടായിരുന്നോ? സിനിമ കാണുന്ന ശീലം നേരത്തെ ഉണ്ടായിരുന്നു. ഞാനൊരു വലിയ സിനിമ ആസ്വാദകനാണ്. സിനിമയെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ കാലമായിട്ട് സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. താല്പര്യവും കുറഞ്ഞൊന്നും വേണം പറയാനായിട്ട്. കാരണം പ്രായം ചെല്ലുന്തോറും എനിക്ക് തോന്നുന്നു ഈ ക്ഷമ കുറഞ്ഞു വരികയാണ്. 2 മണിക്കൂറൊക്കെ ഒരു വിഷയം തന്നെ കണ്ടിരിക്കാനുള്ളൊരു ഫോക്കസ് ഇപ്പം കിട്ടാറില്ല. അതുകൊണ്ട് ഒരു പടം കണ്ടാലും ചില പകുതിയൊക്കെ ആകുമ്പോൾ നിർത്തുകയാണ്. ഇപ്പോഴും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എമ്പുരാൻ കാണാൻ പോയോ? കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിട്ട് കാര്യമുണ്ടോയെന്ന് അറിയത്തില്ല. കാരണം ഇത് വീണ്ടും എഡിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഞാനത് ആലോചിക്കായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്. അതായത് നേരിട്ട് ഒരു കോടതിയിലും ഈ കേസില്ല കേട്ടോ. ഈ സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേരിട്ട് സെൻസറിങ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ബജ്രംഗ് ദൾ, ഹനുമാൻ സേന, ഈ പറയുന്ന RSSൻ്റെ മുഖപത്രം, ഇവരൊക്കെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യം ഇന്നിപ്പോൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വെട്ടേറ്റ എമ്പുരാൻ എന്ന മട്ടിലേക്കാണ് ഇനി ആ സിനിമ ഇന്നു മുതൽ തിയേറ്ററുകളിൽ കളിക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്? ഞാനിതിനെ വലിയ ഗൗരവമായൊരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞ് ക്ലീഷേ ആയതാണെങ്കിലും ഫാഷിസത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രകടഭാവമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങോട്ടാരും ആവശ്യപ്പെടാതെ സ്വമേധയാ എഡിറ്റിങ്ങിന് വിധേയമാകുക എന്ന് പറയുന്നത് ഭീരുത്വം തന്നെയാണ്. ഇനി ആവശ്യപ്പെട്ടാൽ പോലും അതിന് വഴങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാണവായു പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതില്ലാതായാൽ ജനാധിപത്യമില്ല. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലെ 1-2 പേരും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ ഇച്ചിരി ധൈര്യശാലികളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊക്കെ ഭീരുക്കളാണ്. ധൈര്യമൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലൊക്കെ കണ്ടതാ. തീർച്ചയായിട്ടും അതെ. അപകടം പിടിച്ച ഒരു ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു വിഭാഗം ആളുകൾ മാറി നിന്നു. എന്നാൽ പോലും സാംസ്കാരിക രംഗത്തെ ആളുകളാണെങ്കിലും ഇപ്പോൾ അങ്ങേ പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്ന് അവരൊരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭൂരിപക്ഷമാണല്ലോ കേരളത്തിൽ. ഭൂരിപക്ഷം കേരളവും ഒരുമിച്ച് നിന്നിട്ടും ഈ അണിയറ പ്രവർത്തകർക്ക് അത് വെട്ടി മാറ്റണം എന്ന് തോന്നിയത് വല്ലാതെ ഭയന്നിട്ടാവും അല്ലേ? അതിന് സാധ്യതയുണ്ട്. ഭയത്തിൻ്റെ ഒരു സംസ്കാരം കുറേ നാളുകളായിട്ട് പിടിമുറുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടുത്തി എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് എമ്പുരാൻ വിവാദം കത്തി നിൽക്കുന്നത്. അതൊക്കെ നമ്മളെ ഒത്തിരി ഗൗരവമായിട്ട് ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് ഒരു നിലപാടെടുത്തു എന്നുള്ളത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണെങ്കിലും ഈ അണിയറ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ആ നിർമ്മാതാവിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ കൂടി. നിർമ്മാതാവാണോ? തിരക്കഥാകൃത്ത് അല്ലേ? മുരളി ഗോപി തിരക്കഥാകൃത്ത്. ഈ കഥ എഴുതിയ ആള് മുരളി ഗോപിയെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ധീരതയാണ്. ഞാനതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ എന്തിനാണ് പുറകോട്ട് പോയത്? അതും ആരും ആവശ്യപ്പെടാതെ തന്നെ അതിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പ്രാണവായു പോലെ സംരക്ഷിക്കേണ്ട ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ പിന്നെ നമ്മളൊരു ജനാധിപത്യത്തിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇനി വെട്ടേറ്റാലും വെട്ടേറ്റില്ലെങ്കിലും ഈ ഒരാഴ്ചയോളം വെട്ടേൽക്കാതെ ഈ പടം ഓടിയെങ്കിൽ അതിന് ഒരു രാഷ്ട്രീയ ധർമ്മം ഉണ്ടായിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ ധർമ്മം ഇതിൽ കൂടി അവർ കണ്ടിരുന്നുവെങ്കിൽ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അതിലൊരു രാഷ്ട്രീയ ദൗത്യം ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തമാണ്. ഒരു കാര്യം കൂടി, ഇന്നലെ RSSൻ്റെ ഓർഗനൈസറിൽ 3ാമത്തെ ലേഖനത്തിൽ
ഈ എന്തുകൊണ്ട് ക്രിസ്ത്യൻ സഭകൾ ഉണരുന്നില്ല? നിങ്ങൾ ഖർഗോഷ് എന്ന് പറയുന്ന ഇറാഖിലെ ഒരു സ്ഥലത്തെ പള്ളിയിൽ വെച്ചല്ലേ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലൊരു ഇസ്ലാമിക് ഭീകരൻ്റെ സാന്നിധ്യം എന്ന മട്ടിലാണ് പൃഥ്വിരാജിൻ്റെ വരവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം, ഇസ്ലാമിക കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നടന്ന ഈ സംഭവത്തെ നിങ്ങൾ അപലപിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് ഉണരുന്നില്ല എന്നാണ് RSS ചോദിക്കുന്നത്. ഗീവർഗീസ് മാർ കൂർലോസ്. ഞാൻ ഈ പരാമർശിക്കപ്പെടുന്ന ചിത്രമോ കണ്ടിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇത് സഭയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല. ഞാൻ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്നത് വ്യക്തിപരമായിട്ടാണ്. അത് സഭയുടെ അഭിപ്രായമായിട്ടോ ഔദ്യോഗിക നിലപാടായിട്ടോ ഒന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിരുകളില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം എൻ്റെ മൗലികമായ അവകാശമാണ്. എൻ്റെ ദൈവവിശ്വാസം, എൻ്റെ സഭയിലുള്ള വിശ്വാസമൊക്കെ അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് രൂഢമൂലമായതുകൊണ്ട് അതിനെ എത്ര ആര് കഴുത്തിയാലും അതിനൊരു കോട്ടം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വാസം കുറയുന്നവരാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഹാലിളകുന്നത്. നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ അത് ഏത് പ്രതിസന്ധിയെയും ഏത് കഴുത്തലിനെയും അതിജീവിക്കാൻ പോകുന്നതായിരിക്കും. വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നവരുമാണ് ഇതിനെയൊക്കെ. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, സിനിമയുടെ ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ കൂടി നമ്മുടെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കത്തോലിക്ക പത്രത്തിൻ്റെ മുഖപത്രം, കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ട്. KCBC ഇന്നൊരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് ബില്ലിൻ്റെ ഭേദഗതി ബില്ലിൽ കോൺഗ്രസും CPM അനുകൂലമായ നിലപാടെടുക്കണം എന്നുള്ളതാണ് ഈ കത്തോലിക്ക സഭയുടെ ഒരു രാഷ്ട്രീയ ആവശ്യമായി മനസ്സിലാക്കുന്നത്. തിരുമേനിക്ക് ആ വിഷയത്തിൽ എന്താണ് ഒരു അഭിപ്രായം? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇത് രണ്ട് കൂട്ടരും കൂടി ഇപ്പോൾ ഈ മുനമ്പം വിഷയം പോലെയുള്ള വിഷയങ്ങൾ പോലെ ഈ രണ്ട് സമുദായത്തിലെ നേതാക്കളെ ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്തൊരു സമവായത്തിൽ കൂടി അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. ഒരു മതത്തിൻ്റെയും അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാവരുത് നിയമങ്ങൾ തിരുത്തുന്നതും ഒക്കെ. അതുകൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, അത് ഏത് മതവിഭാഗത്തിൻ്റെ ആയാലും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് സർക്കാരിന് ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണത്. അതിൽ വെള്ളം ചേർക്കുന്ന, അതിന് ഭീഷണി ഉണ്ടാകുന്ന തിരുത്തലുകൾ ചെയ്യാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും ഭാഗത്ത് ആശങ്കകളുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുവാനും സർക്കാരുകൾ തയ്യാറാവേണ്ടതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി. നമ്മൾ ഈ പ്രഭാതത്തിൽ ചേർന്നതിന് ഒരു കാര്യം കൂടി, നമ്മൾ പൊളിറ്റിക്സ് അല്ലാത്തൊരു കാര്യം, വിശ്രമ ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? വിശ്രമ ജീവിതം ഞാൻ ഉദ്ദേശിച്ചത് തിരക്കാണെന്ന് എനിക്കറിയാം. യാത്രകളൊക്കെ ഉണ്ടോ? അതെ, യാത്രകളുണ്ട്. ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നു വിശ്രമജീവിതമല്ല, ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമാണ് വിരമിച്ചത്. മറ്റു കാര്യങ്ങളൊക്കെ സജീവമായിട്ട് പോകുന്നു. എഴുത്ത് വായനയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. യാത്രകളുമുണ്ട്. മറ്റ് സാമൂഹിക കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ തിരക്കോടുകൂടി പോകുന്നു. വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നു. നമുക്ക് ഒരിക്കലും വീണ്ടും കാണാം അടുത്ത് തന്നെ. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി ചേർന്നതിന് രാവിലെ പ്രഭാതത്തിൽ. തിരുമേനിയുടെ രണ്ട് നിലപാടുകൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അതിലൊന്ന്, വഖഫ് ബില്ലിൽ കത്തോലിക്ക സഭയുടെ അതേ നിലപാടല്ല ഗീവർഗീസ് കൂർലോസ് തിരുമേനി വെച്ചത്. ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ടാവരുത് ഒരു നിയമ ഭേദഗതി എന്നാണ് ഗീവർഗീസ് കൂർലോസ് തിരുമേനി പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എമ്പുരാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിരുകളില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.